ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 14-ാമത്തെ ശ്ലോകം നോക്കാം. അന്യധർമാംസ് തിരസ്കൃത്യ പുരസ്കൃത്യ മഹോത്സവാൻ തഥാ നാഹം ഹരേർദാസോ ലോകേ ത്വാം ന പ്രവർത്തയേ. ഇനിയും ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ശ്രീ നാരദ മഹർഷി ഭക്തിദേവിക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പാണ് നമ്മൾ കണ്ടത്. ഞാൻ ഭക്തിദേവിയുടെ ആ സങ്കടത്തെ മാറ്റിത്തരും, ഭക്തിദേവിയെ ഇവിടെ കലിയുഗത്തിൽ നന്നായി പ്രതിഷ്ഠിക്കും. അതെങ്ങനെ? എല്ലാ വീടുകൾ തോറും എല്ലാ ജനങ്ങളുടെയും ഹൃദയത്തിലും പ്രതിഷ്ഠിക്കും എന്നൊരു വാക്ക് കൊടുത്തിരുന്നു. ഇനി അതെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് തൻ്റെ ഉപായം എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുകയാണ്. അന്യധർമാംസ് തിരസ്കൃത്യ. ഇവിടെ അന്യധർമാം തിരസ്കൃത്യ, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് അന്യധർമാംസ് തിരസ്കൃത്യ. അന്യധർമ്മം എന്ന് പറഞ്ഞാൽ ഈ വർണ്ണാശ്രമങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള ധർമ്മങ്ങൾ, ഇപ്പോൾ യജ്ഞം, ദാനം, തപസ് തുടങ്ങിയ ധർമ്മങ്ങളൊക്കെയും തിരസ്കൃത്യ, അതിനെ തിരസ്കരിച്ചുകൊണ്ടും, പുരസ്കൃത്യ എന്ന് പറഞ്ഞാൽ പുരസ്കരിച്ചുകൊണ്ടും, അതിനെ ബഹുമാനിച്ചുകൊണ്ടും, അല്ലെങ്കിൽ അതിന് കൂടുതൽ മൂല്യം കൊടുത്തുകൊണ്ടും, എന്തിനെ? മഹോത്സവാൻ, ഉത്സവങ്ങൾക്ക് അല്ലെങ്കിൽ ഉത്സവ സമാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ടും അവയെ പുരസ്കരിച്ചുകൊണ്ടും, തഥാ മീൻസ് അന്നു മുതൽ, നാഹം, ന അഹം, ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് നാഹം. ന എന്ന് പറഞ്ഞാൽ ഇല്ല അല്ലെങ്കിൽ അല്ല എന്നുള്ള, അഹം ഞാൻ, ഹരേർദാസോ ഹരിയുടെ ദാസൻ എന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ, ശ്രീഹരി ഭഗവാന്റെ ഏറ്റവും ഉത്തമനായിട്ടുള്ള ദാസനാണ്, ദാസോത്തമനാണ് ഇവിടെ ശ്രീ നാരദ മഹർഷി. അപ്പോൾ പറയാണ്, നാഹം ഹരേർദാസോ, ഞാൻ ആ ഹരിയുടെ ദാസനല്ല, അന്നു മുതൽ ഞാൻ ഹരിയുടെ ദാസനല്ല. എപ്പോൾ? ലോകേ ത്വാം ന പ്രവർത്തയേ, ലോകേ ഈ ലോകത്തിൽ, ത്വാം എന്ന് പറഞ്ഞാൽ ഭക്തിദേവിയെ, ന എന്ന് പറഞ്ഞാൽ ഇല്ല, പ്രവർത്തയെ പ്രചരിപ്പിക്കുക. അപ്പോൾ ന പ്രവർത്തിയെ പ്രചരിപ്പിച്ചില്ലെങ്കിൽ, ഭക്തിദേവിയെ ഈ കലിയുഗത്തിൽ ഞാൻ ഗൃഹങ്ങൾ തോറും ജനങ്ങളുടെ മനസ്സുകളിലുമൊക്കെ ഞാൻ പ്രചരിപ്പിച്ചില്ലെങ്കിൽ, പ്രതിഷ്ഠിച്ചില്ലെങ്കിൽ, അന്നു മുതൽ ഞാൻ ഈ ഹരിയുടെ ദാസനല്ല, ആ നാമം എനിക്ക് വേണ്ട, ഞാൻ ഹരിദാസനായിട്ട് ഇരിക്കുകയില്ല. പിന്നെ അപ്പോൾ ഞാൻ ഹരിയുടെ ദാസനായിട്ടിരിക്കുന്ന ഞാൻ ഉറപ്പു തരികയാണ്, അല്ലയോ ദേവി, ഞാൻ അവിടുത്തെ ഇവിടെ ഭക്തിദേവി, അവിടത്തേക്ക് വേണ്ടി ഈ കലിയുഗത്തിൽ ഞാൻ പ്രവർത്തിക്കും. ഞാൻ എല്ലാ ജനങ്ങളുടെയും മനസ്സിൽ ദേവിയെ പ്രതിഷ്ഠിക്കും. എങ്ങനെ? അന്യധർമാംസ് തിരസ്കൃത്യ, ഈ അന്യധർമ്മങ്ങളെയൊക്കെ ഞാൻ തിരസ്കരിച്ചുകൊണ്ട്, യജ്ഞം, ദാനം, തപസ് തുടങ്ങിയ കർമ്മങ്ങളെ, ഈ വർണ്ണാശ്രമങ്ങളുടെ വിഹിതങ്ങളായിട്ടുള്ള കർമ്മങ്ങളെയൊക്കെ, ശൗചം, സ്നാനം, സന്ധ്യാവന്ദനം, അതേപോലെ തന്നെ അഗ്നിഹോത്രം ചെയ്യുക, തപസ് ചെയ്യുക തുടങ്ങിയ ധർമ്മങ്ങളെ എല്ലാം ഞാൻ ഈ കലിയുഗത്തിൽ തിരസ്കരിച്ചുകൊണ്ടാണെങ്കിലും, പിന്നെയോ പുരസ്കൃത്യ മഹോത്സവാൻ, ഈ ഉത്സവങ്ങളെയൊക്കെ ഞാനിവിടെ പുരസ്കരിച്ചുകൊണ്ടും അതിനെയൊക്കെ വിലമതിച്ചുകൊണ്ടും, കാരണം ഈ കലിയുഗത്തിൽ നമുക്കറിയാം യജ്ഞം, ദാനം, തപസ് തുടങ്ങിയ, അല്ലെങ്കിൽ ഈ അഗ്നിഹോത്രികൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവയുടെയൊക്കെ പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാലാകട്ടെ ഉത്സവമേളങ്ങൾക്ക് പ്രാധാന്യം ഏറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കലിയുഗം എന്ന് പറയുന്നത്. അപ്പോൾ ഉത്സവങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വാദ്യ നൃത്യാദികൾക്കൊക്കെയാണ് ഇപ്പോൾ ഇവിടെ പ്രാധാന്യം, അല്ലേ? നമുക്കറിയാം ഒരു ക്ഷേത്രത്തിൽ ഒരു സപ്താഹം നടന്നാൽ
ഭഗവാന്റെ ചരിതങ്ങൾ കേൾക്കാൻ ആളുകൾ കുറവായിരിക്കും. എന്നാൽ മറ്റുള്ള അത് സംബന്ധമായിട്ടുള്ള അതിനോടനുബന്ധിച്ചിട്ടുള്ള മേളങ്ങൾക്കെല്ലാം കൊഴുപ്പേറുന്ന ഒരു കാലമാണ്. അഥവാ അതിന് പ്രാധാന്യം കൂടുതലാണ്, അതിന് ആളുകളുടെ തിക്കും തിരക്കും കൂടുതലായിരിക്കും. പക്ഷേ ഭഗവാന്റെ ചരിതങ്ങൾ കേൾക്കാൻ ആളുകൾ കുറവായിരിക്കും. അപ്പോൾ ഈ ഭഗവാന്റെ ചരിതങ്ങൾ കേൾക്കുക, ഒരു ഭാഗവത സപ്താഹത്തിൽ ബാക്കി മേളങ്ങളൊന്നുമില്ലാതെ ഭഗവത് ചരിതങ്ങൾ മാത്രം താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ജനതതിയുടെ ഒരു കാലമായിരുന്നു മറ്റു 3 യുഗങ്ങളെങ്കിൽ ഇപ്പോഴുള്ള ഈ കലിയുഗത്തിൽ മറ്റു 3 യുഗങ്ങളെ അപേക്ഷിച്ച് ഹരികഥകൾ കേൾക്കാൻ താല്പര്യം കുറഞ്ഞു. എന്നാൽ ഹരിയുമായി സംബന്ധമായിട്ടുള്ള ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ഉത്സവമേളങ്ങൾക്ക് പ്രാധാന്യമേറിയും വരികയാണ്. അതിലേക്ക് ആളുകൾ കൂടുതൽ എത്തുകയും ചെയ്യുന്ന ഒരു കാലമാണ് കലിയുഗം. അങ്ങനെ അതിനെ ഞാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണെങ്കിലും അതിലൂടെ ഞാൻ ജനങ്ങളുടെ ഹൃദയത്തിൽ കയറിപ്പറ്റി, അല്ലയോ ഭക്തിദേവി, അവിടുത്തേക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ജനങ്ങളുടെ ഹൃദയങ്ങളിൽ തദ്വാര ഓരോ ഗൃഹത്തിലും ആ ഹരിയുടെ കഥ, ഹരിയുടെ നാമം ഉയർന്നു കേൾക്കാൻ ഇടവരും. അങ്ങനെ ഗൃഹേ ഗൃഹേ ജനേ ജനേ ഞാൻ, അല്ലയോ ഭക്തിദേവി, അവിടുത്തെ ഞാൻ വളർത്തിക്കൊണ്ടുവരും, അവിടുത്തെ ഞാൻ പ്രതിഷ്ഠിക്കും. നമുക്കറിയാം, നമ്മൾ ആദ്യത്തെ ഇതിലിപ്പോൾ പറഞ്ഞു അന്യധർമാം തിരസ്കൃത്യ, അതായത് ഈ വർണ്ണാശ്രമ ധർമ്മങ്ങളെയൊക്കെ ഞാൻ തിരസ്കരിച്ചുകൊണ്ട് എന്ന് എടുത്തു പറയാൻ കാരണം, ഇവിടെ നമുക്കറിയാം ഈ യജ്ഞഹോമാദികളൊക്കെ ചെയ്യുന്നത് സാധാരണ ബ്രാഹ്മണരാണ്. അവർ അതിലൂടെയാണ് ഈ മോക്ഷപദത്തിൽ അല്ലെങ്കിൽ മുക്തിയെ പ്രാപിക്കുന്ന, ഭക്തി വർദ്ധിപ്പിക്കുന്നത് ഇതുപോലെയുള്ള കർമ്മങ്ങളിലൂടെയാണ്. അതിനൊക്കെ വളരെയേറെ പ്രാധാന്യമുണ്ടായിരുന്നതാണ് മുൻപുള്ള 3 യുഗങ്ങൾ, അല്ലേ? അതുപോലെ തന്നെയാണ് തപസ്. നമുക്കറിയാം ധ്രുവനൊക്കെ അങ്ങനെ വെറും 6 വയസ്സ് പ്രായമുള്ള ധ്രുവൻ ക്ഷത്രിയനായിരുന്നു. തപസ് ചെയ്ത് ഭഗവാനെ പ്രീതിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ദാനത്തിന് ഏറ്റവും പ്രസിദ്ധി നേടിയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദാനം ചെയ്ത വ്യക്തിയാണ് മഹാബലി. തൻ്റെ സർവ്വസാമ്രാജ്യവും കൊടുക്കുക മാത്രമല്ല, അവസാനം തന്നെ ഭഗവാന് ദാനം ചെയ്ത മഹാത്മാവാണ് മഹാബലി. വെറും ബലിയായിരുന്നത് മഹാബലിയായി മാറിയത് ഈയൊരു മഹത് കർമ്മത്തോടു കൂടിയാണെന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ തപസ്സും ദാനവും ഇതുപോലെയുള്ള യജ്ഞഹോമാദികളൊക്കെ മറ്റു 3 യുഗങ്ങളിലെയും ഭഗവാന്റെ ചരിതങ്ങളെ ആസ്പദമാക്കിയുള്ള കഥകളിൽ നമുക്ക് കാണാമെങ്കിൽ ഈ കലിയുഗത്തിൽ നമുക്കാരെയും തപസ് ചെയ്യുന്നതായിട്ട് കാണുക വയ്യ. ഇത്രയും മഹാബലിയെ പോലെ ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദാനം ചെയ്യുന്നവരെ നമുക്ക് കണ്ടുമുട്ടുക പ്രയാസം. അതേപോലെ തന്നെ യജ്ഞഹോമാദികളും വിരളമായിരിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും ഈ കലിയുഗത്തിൽ ആ ഭക്തിയിലൂടെ തന്നെ, ഭക്തിയെ ആശ്രയിച്ചാൽ തന്നെ അതിലൂടെ നമുക്ക് ജ്ഞാനവൈരാഗ്യങ്ങൾ നേടാനും തദ്വാര മുക്തിപദത്തിലേക്ക് എത്തിച്ചേരുവാനും കഴിയും. അപ്പോൾ ഭക്തി മാത്രമാണ് ഈയൊരു കലിയുഗത്തിൽ ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടതായിട്ടുള്ളത്. ഒന്നും ആഗ്രഹിക്കാതെ ആ ഗോപസ്ത്രീകളെ പോലെ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുന്നതിലൂടെ തന്നെ നമുക്ക് ആ ഭഗവാന്റെ പ്രീതി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. അന്യധർമാം തിരസ്കൃത്യ പുരസ്കൃത്യ മഹോത്സവാൻ തഥാ നാഹം ഹരേർദാസോ ലോകേ ത്വാം ന പ്രവർത്തയേ. ഇവിടെ ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അന്യധർമാം തിരസ്കൃത്യ, അവിടെ ആ സാ ഇടയ്ക്ക് ജോയിൻ ചെയ്യാൻ വന്നിരിക്കുന്നതാണ്. അത് അത്രയും ചേർത്ത് തന്നെ വായിക്കാനും ശ്രമിക്കുക. ബാക്കിയുള്ള വാക്കുകളൊക്കെ പൊതുവെ എളുപ്പമുള്ള വാക്കുകൾ തന്നെയാണ്. ഇത്രയും കാര്യങ്ങളെ ആ ഒരു ശ്ലോകത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഹരേ കൃഷ്ണ.